IUC ഡെപ്യൂട്ടി ജനറൽ മാനേജർ അലക്സ് മാത്യുവിൻ്റെ അറസ്റ്റും നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയും തമ്മിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ പൊരുത്തം ഫീൽ ചെയ്യുന്നുണ്ടോ? IUC ഡെപ്യൂട്ടി മാനേജറിനെതിരെ പരാതി കൊടുത്ത മനോജിൻ്റെ ചെറിയൊരു വാചകം കേട്ടിട്ട് നമുക്ക് ഒരു പോസ്റ്റ്മോർട്ടം നടത്തേണ്ടതുണ്ട്. അതിനുശേഷം വീണ്ടും പുള്ളി ഇടയ്ക്ക് വിളിക്കും, വരണം എന്ന് പറയും. ഇന്ന് രാവിലെ 7:06 പുള്ളി എന്നെ വിളിച്ച്, ഞാൻ ട്രിവാൻഡ്രത്ത് വരുന്നുണ്ട്, ഞാൻ പറഞ്ഞ കാര്യം ചെയ്യണം, ഇല്ലെങ്കിൽ ഒരാഴ്ചക്കകത്ത് വീണ്ടും എൻ്റെ കസ്റ്റമറെ ട്രാൻസ്ഫർ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് കാണാം, ഒക്കെ നേരിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പം നിവർത്തികേടുമുണ്ട്, തീരെ നിവർത്തിയില്ലാതെയാണ് ഇത്രയും ഉയർന്ന പോസ്റ്റിലിരിക്കുന്ന ഒരാൾക്കെതിരെ ഞാൻ പരാതി കൊടുക്കുന്നത്. കാരണം എനിക്കറിയാം ഇനി പുള്ളി പെൻഷനാകാൻ 1 വർഷക്കാലമേ ഉള്ളൂ, അത് എന്നെന്നും എനിക്ക് തന്നെ ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കും അങ്ങനെ ചെയ്താൽ. പക്ഷേ നിവർത്തികേടുമുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ എൻ്റെ ഉണ്ടായിരുന്ന പൈസ അത്യാവശ്യമാണ്, പുള്ളി പൈസ വേണം, ഞാൻ അതിന് വേണ്ടിയാണ് എറണാകുളത്ത് വണ്ടി ഓടിച്ച് വന്നത്, പൈസ വേണമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു, സാർ ഇനി എൻ്റെ അടുത്ത് ചോദിക്കരുത്, എൻ്റെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത് ഉള്ളതാണെന്ന് പറഞ്ഞ് പുള്ളി പിടിച്ച് വാങ്ങിച്ച് അങ്ങ് പോക്കറ്റ് വയ്ക്കുകയാണ് ചെയ്തത്. ഇത്രയും പൈസയോട് ആക്രാന്തമുള്ള ഒരു മനുഷ്യനെ കണ്ടിട്ടില്ല. കേട്ടല്ലോ, തീരെ നിവർത്തികേട് കൊണ്ട് വിജിലൻസിനെ അറിയിച്ചതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അലക്സ് മാത്യുവിനെ വിജിലൻസ് കുടുക്കിയത്. ഇവിടെ വിജിലൻസ് പിടിച്ചു, കൈക്കൂലിയുമായി ചെന്നു, രണ്ടും ഓക്കെയാണ്. മറ്റൊരിടത്ത് വിജിലൻസിനെ അറിയിച്ചില്ല, ആവശ്യം നടക്കട്ടെ എന്ന് കരുതി കൈക്കൂലി കൊടുത്തു എന്നാണ് നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ സമാന പരാതിക്കാരനായിട്ടുള്ള പ്രശാന്തൻ്റെ മൊഴി. പക്ഷേ ആ മൊഴി മുഖവിലക്കെടുക്കുന്നില്ല. കാര്യം PP ദിവ്യ എന്ന വ്യക്തി ആ പെട്രോൾ പമ്പിന് എങ്ങനെ അനുമതി കിട്ടി എന്നതിനെ സംബന്ധിച്ച് ഒരു യാത്രയപ്പ് ചടങ്ങിൽ ഒരു വാചകം പറഞ്ഞത് മാത്രം അടർത്തിയെടുത്ത് അത് കാരണമാക്കിക്കൊണ്ട് ഒരു വ്യക്തിയുടെ ആത്മഹത്യയെ ന്യായീകരിക്കുകയാണ്. ആത്മഹത്യ ചെയ്ത വ്യക്തി നിരപരാധിയാണെങ്കിൽ ഒരിക്കലും അദ്ദേഹം വേട്ടയാടപ്പെടാൻ പാടില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം മനോരമ പ്രസിദ്ധീകരിച്ച ഒരു വാർത്തയുണ്ട്. നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിൽ കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ല എന്നതിൻ്റെ തുടർച്ചയായിട്ട് ഇതുമായി ബന്ധപ്പെട്ട വിജിലൻസ് അന്വേഷണത്തിൻ്റെ ഒരു റിപ്പോർട്ട് മനോരമ പ്രസിദ്ധീകരിച്ചിരുന്നു. അതിലെ കുറച്ച് വാചകങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. എന്നിട്ട് ആ സാഹചര്യങ്ങൾ വെച്ചിട്ട് ഇവിടെ വിജിലൻസ് ഉണ്ടായിരുന്നു, അവിടെ വിജിലൻസ് ഇല്ലായിരുന്നു എന്ന പ്രത്യേകത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ പത്രവാർത്ത ദേ ഇങ്ങനെയാണ്: പെട്രോൾ പമ്പിന് നിരാക്ഷേപ പത്രം ലഭിക്കാനായി അപേക്ഷ നൽകിയ TV പ്രശാന്തും നവീൻ ബാബുവും കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ തെളിവുകളുണ്ട്. എന്നാൽ നവീൻ ബാബുവിൻ്റെ ക്വാർട്ടേഴ്സിനകത്ത് വെച്ച് കൈക്കൂലി കൊടുത്തു എന്ന പ്രശാന്തിൻ്റെ വാദം സ്ഥിരീകരിക്കാൻ തെളിവില്ലെന്നാണ് റിപ്പോർട്ട്. എങ്ങനെ? രണ്ടുപേരും ക്വാർട്ടേഴ്സിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി അവധി ദിവസത്തിൽ, പക്ഷേ കൈക്കൂലി കൊടുത്തു എന്നതിന് തെളിവില്ല. 2 പേർ മാത്രമുണ്ടായിരുന്ന ഒരു ക്വാർട്ടേഴ്സിൽ വെച്ചിട്ട് പെട്രോൾ പമ്പിന് അനുമതി തേടിയിരുന്ന പ്രശാന്തനെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തി, ഇതുവരെ കറക്റ്റാണ്. പക്ഷേ മൂന്നാമതൊരാളില്ലാത്തത് കൊണ്ട് ഇദ്ദേഹം കൈക്കൂലി കൊടുത്തു എന്നതിന് വിജിലൻസിന് തെളിവില്ല എന്നാണ് പറയുന്നത്. ഇനി ബാക്കി കൂടി കേൾക്കൂ. ഇരുവരും സംസാരിച്ചതിൻ്റെ കോൾ ഡീറ്റെയിൽസ്, ഒരുമിച്ച് കണ്ടതിൻ്റെ CCTV ദൃശ്യങ്ങൾ എന്നിവ ഉണ്ടെന്നും ഒരേ സ്ഥലത്ത് ഇരുവരുടെയും ടവർ ലൊക്കേഷൻ അടക്കം സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കൈക്കൂലി നൽകി എന്ന് പറയുന്നതിൻ്റെ തലേ ദിവസം പ്രശാന്ത് 1 ലക്ഷത്തോളം രൂപ ബാങ്കിൽ നിന്ന് സ്വർണ്ണ വായ്പ വഴി എടുത്തതിൻ്റെ രേഖകളും സമർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഈ തുക നവീൻ ബാബു കൈപ്പറ്റി എന്ന് സ്ഥിരീകരിക്കാൻ കഴിയില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. പിന്നെ എന്തിനായിരിക്കും ആ പണം എടുത്തിട്ടുണ്ടാവുക? പ്രശാന്തൻ്റെ കയ്യിൽ ആ പണമില്ല. ആ പണം എങ്ങോട്ട് പോയി? ഇതൊന്നും നിലവിൽ അന്വേഷിക്കുന്നില്ല. അന്വേഷിക്കാത്തത് ഇവിടുത്തെ ഒരു പൊതുബോധം സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത് നവീൻ ബാബു കൈക്കൂലി മേടിച്ചിട്ടില്ല എന്നാണ്. നവീൻ ബാബു എന്ന നീതിമാനായ ഉദ്യോഗസ്ഥൻ കേരളത്തിലെ ചില മഞ്ഞ ഓൺലൈനുകൾ പറയുന്നതിനപ്പുറം എന്തിനു വേണ്ടിയാണ് പെട്രോൾ പമ്പിൻ്റെ പ്രവർത്തന അനുമതി നൽകാൻ വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റ് നൽകാൻ അവധി ദിവസം ഇയാളെ വിളിച്ചു വരുത്തിയത്? ഈ അവധി ദിവസം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസമല്ല നവീൻ ബാബു ആത്മഹത്യ ചെയ്യുന്നത്. ഇതും കഴിഞ്ഞ് 4-5 ദിവസങ്ങൾക്ക് ശേഷമാണ് യാത്രയയപ്പ് ചടങ്ങ് നടക്കുന്നത്. അതിനകത്ത് ഈ പണം മാറ്റാൻ ഒരുപാട് സമയമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ പണം കണ്ടെടുക്കാൻ കഴിയാതെ പോയത്. ഈ പണം കൊടുത്തതിന് ശേഷം നവീൻ ബാബു കുടുംബത്തോടൊപ്പം ഉല്ലാസയാത്ര പോയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. ഇങ്ങനെ പല തരത്തിലുള്ള ദുരൂഹതകൾ അവശേഷിക്കുന്നുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് പണം കൊടുത്ത പരാതിക്കാരനായിട്ടുള്ള പ്രശാന്തൻ, അദ്ദേഹം നുണ പരിശോധനയ്ക്ക് തയ്യാറാണെന്നും അറിയിച്ചു. പക്ഷേ ആ കാര്യത്തിലും ഇതുവരെ അന്വേഷണം നടത്താൻ തയ്യാറല്ല. സ്വാഭാവികമായിട്ട് നിങ്ങൾ ഇനി IOCയിലേക്ക് വരും. കഴിഞ്ഞ ദിവസം അനിൽ മാത്യുവിനെ പിടിച്ച സംഭവം ഇതുപോലെ ഗ്യാസ് ഏജൻസി നടത്തുന്ന ഒരു വ്യക്തിയെ പണത്തിന് വേണ്ടി നിരന്തരം വിളിക്കുകയാണ്.
വിളിച്ച് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന് കാണണമെന്ന് ആവശ്യപ്പെടുന്നു. വന്ന് കാണാത്തതിൻ്റെ പേരിൽ ആദ്യം ബുദ്ധിമുട്ടിക്കുന്നു. പിന്നീട് അദ്ദേഹം നിവർത്തികേട് കൊണ്ട് പണവുമായി ചെല്ലുന്നു. അതിൽ അദ്ദേഹം വിജിലൻസിനെ അറിയിക്കുകയാണ്. പക്ഷേ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്യാസ് ഏജൻസിയുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഇത് അനുമതി കിട്ടേണ്ടതാണ്. ഒരു പക്ഷേ വിജിലൻസിനെ വിളിച്ചിരുന്നെങ്കിൽ ഇനി വരുന്ന ഉദ്യോഗസ്ഥരും ആ അനുമതി കൊടുക്കാൻ സാധ്യതയില്ലാത്തൊരവസ്ഥയുണ്ട്. കാര്യം റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഉദ്യോഗസ്ഥനെ ദ്രോഹിച്ച ഒരു പമ്പുടമയ്ക്ക് അടുത്ത ആൾ ആ കസേരയിലേക്ക് വന്നാൽ അത് ചെയ്തു കൊടുക്കാൻ സാധ്യതയുണ്ടോ? സ്വാഭാവിക ചോദ്യമല്ലേ. അപ്പോൾ എന്ത് ചെയ്യും? എങ്ങനെയും അനുമതി കിട്ടാൻ വേണ്ടി പണം പോകുന്നെങ്കിൽ പോകട്ടെ എന്ന് പ്രശാന്തൻ കരുതിയില്ല എന്നെങ്ങനെയാണ് പറയാൻ കഴിയുക? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് PP ദിവ്യ ചെയ്തത്? നേരത്തെ അനുമതി വൈകുന്നതിനെ അടിസ്ഥാനപ്പെടുത്തി PP ദിവ്യയോട് പരാതി പറഞ്ഞപ്പോൾ ആ ഫയലിൽ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ അത് നിങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന നിർദ്ദേശം കൊടുത്തിരുന്നു. അത് പരിചയമുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം. സ്വാഭാവികമായിട്ടും നിങ്ങൾ പറഞ്ഞിട്ട് ചെയ്തില്ല, പണം തന്നപ്പോൾ അത് ചെയ്തു തന്നു എന്ന് പ്രശാന്തൻ പിന്നീട് PP ദിവ്യയെ കാണുമ്പോൾ പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ ഇരിക്കുന്നവർക്ക് പൊള്ളുമെന്ന്. അതിൽ പ്രതികരിച്ചത് മാത്രമാണ് അവർ ചെയ്ത തെറ്റ്. അതിൻ്റെ പേരിലാണ് ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നത്. വൈകിട്ട് 4:30 മണിക്ക് കഴിഞ്ഞ യാത്രയപ്പ് ചടങ്ങ് നേരെ അദ്ദേഹത്തെ ക്വാർട്ടേഴ്സിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. ആ ഡ്രോപ്പ് ചെയ്ത വ്യക്തി പിന്നീട് 6:30 റെയിൽവേ സ്റ്റേഷനിൽ വരുന്നുണ്ട്. ഇതിനിടയ്ക്ക് അദ്ദേഹം 6 മണിക്ക് പത്തനംതിട്ട ADMന്റെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റിനെ വിളിച്ചിട്ട് നാളെ ഞാൻ ജോയിൻ ചെയ്യുമെന്ന് അറിയിക്കുന്നുണ്ട്. ഒരു വ്യക്തിക്ക്, അതായത് 3:30-ക്കും 4:30-ക്കും ഇടയ്ക്ക് നടക്കുന്ന ഒരു സംഭവം, അതുമായി ബന്ധപ്പെട്ട് വല്ലാത്ത മാനസിക വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ പരിപാടി കഴിഞ്ഞ ഉടനെ നേരെ ക്വാർട്ടേഴ്സിൽ പോയി അത് ചെയ്യണ്ടേ? എന്തുകൊണ്ട് അത് ചെയ്തില്ല? 7 മണി വരെ അദ്ദേഹം ഇത് ചെയ്തിട്ടേയില്ല. 7 മണിക്ക് ഭാര്യ മഞ്ജുഷയുടെ കോളാണ് ഏറ്റവും അവസാനം അദ്ദേഹത്തിൻ്റെ ഫോണിൽ വന്നിട്ടുള്ളത്. ആ ഫോൺ കോളിന് ശേഷമാണ് ഈ ആത്മഹത്യ ഉണ്ടായിരിക്കുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. ഇതിന് മുന്നോടിയായിട്ട് ഇദ്ദേഹത്തിന് യാതൊരു തരത്തിലും മാനസികമായിട്ട് ആ യാത്രയപ്പ് ചടങ്ങിലെ ദിവ്യയുടെ പരാമർശം വിഷമമുണ്ടാക്കിയില്ല. അദ്ദേഹം ആത്മഹത്യയ്ക്ക് തുനിഞ്ഞതുമില്ല. പിന്നെ എന്താണ് 7 മണിക്ക് സംഭവിച്ചതെന്നാണ് അറിയാനുള്ളത്. എന്തായാലും IOC ഡെപ്യൂട്ടി മാനേജറുടെ ഈ കൈക്കൂലി കൈയോടെ പിടിക്കപ്പെടുമ്പോൾ കേരളത്തിൽ ഉന്നത പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെല്ലാം മഹാന്മാരാണ്. അവരെ വെള്ളപൂശാനൊക്കെ ചിലർ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഈ നാട്ടിൽ ഒരു കൈക്കൂലി ആരോപണം ഉയർന്നു വരുമ്പോൾ ആർക്കെതിരെ? ഒരു ഉദ്യോഗസ്ഥനെതിരെ. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു കഥ രൂപപ്പെടുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും. കാര്യം നവീൻ ബാബു എന്ന വ്യക്തി ഇന്നില്ല. ഇദ്ദേഹം വാങ്ങിയില്ലയോ എന്നറിയില്ല. പക്ഷേ പണം കൊടുത്തു എന്ന വ്യക്തി ഇപ്പോഴും പറയുന്നു പണം കൊടുത്തിട്ടുണ്ട്, നുണ പരിശോധനയ്ക്ക് തയ്യാറാണ്. IOC മാനേജറുടെ കാര്യത്തിലും ഇപ്പോൾ പണം നിരന്തരം ആവശ്യപ്പെട്ടു. നിവർത്തികേട് കൊണ്ട് മനോജ് എന്ന പരാതിക്കാരൻ വിജിലൻസിനെ അറിയിച്ച് കൈയോടെ പിടിക്കപ്പെടുമ്പോൾ അഴിമതിക്കെതിരെ നിലകൊള്ളുന്ന ചില വ്യക്തിത്വങ്ങളെ ഇല്ലാതാക്കാൻ അവരുടെ രാഷ്ട്രീയം മാത്രം ഉയർത്തിക്കാട്ടിക്കൊണ്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഇടപെടലുകളുണ്ട്. അതിൻ്റെ പിന്നിൽ ശക്തമായിട്ടുള്ള ചില ഗൂഢാലോചനകളുണ്ടെന്ന് സംശയിക്കേണ്ടി വരികയാണ്. IOC മാനേജർ കുടുങ്ങിയതുപോലെ ഒരുപക്ഷെ നവീൻ ബാബുവും കുടുങ്ങിപ്പോകുമെന്നുള്ള ആശങ്ക അദ്ദേഹത്തിന് ഉണ്ടായിരുന്നിരിക്കാം. എന്തായിരിക്കും ഏറ്റവും അവസാനത്തെ കോളിൽ മഞ്ജുഷ നവീൻ ബാബുവിനോട് പറഞ്ഞിട്ടുള്ള കാര്യം? ഇതെല്ലാം പരിശോധിക്കപ്പെടേണ്ടതാണ്. വിജിലൻസ് പറഞ്ഞിരിക്കുന്ന സാഹചര്യങ്ങൾ വെച്ചിട്ട് എന്തൊക്കെയോ അവിടെ ചില വഴിവിട്ട പ്രവർത്തനങ്ങൾ നടന്നു എന്ന് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റില്ല. നിരപരാധികളായിട്ടുള്ളവർ ഒരിക്കലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല. ഇവിടെ മനോജ് എന്ന വ്യക്തി പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അനിൽ മാത്യു എന്ന ഒരു വമ്പൻ കൈക്കൂലിക്കാരനെ പിടിക്കപ്പെട്ടതും. അതുപോലെ പ്രശാന്തനും പരാതി കൊടുത്തു എന്ന് ദിവ്യയെ അറിയിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമാണ് ആ യാത്രയപ്പ് യോഗത്തിലും പറഞ്ഞത്. ഇനി ചുരുളഴിക്കേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെയാണ്. ഒരു നിരപരാധി പോലും നമ്മുടെ നാട്ടിൽ വേട്ടയാടപ്പെടാൻ പാടില്ല. PP ദിവ്യ പ്രതികരിച്ചതിൻ്റെ പേരിലാണ് ആത്മഹത്യ ചെയ്തതെങ്കിൽ അഴിമതി നടത്തിയെന്നോ പണം മേടിച്ചെന്നോ പറയാത്തൊരു വിഷയത്തിൽ എന്തിന് നവീൻ ബാബു അത് ചെയ്തു എന്നതിൻ്റെ ചോദ്യം വളരെ പ്രസക്തമാണ്.